കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട്, നല്ല ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ നന്നായിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. കുറച്ചുകൂടെ ഉറപ്പായി കണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്, ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു പടം. ഞാൻ ഭയങ്കര ഇമോഷണൽ. സെക്കൻഡ് ഹാഫ് തകർന്നു. എങ്ങനെയുണ്ട്? ഇപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ്. നമ്മളെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു അതെ, ഞാൻ അഭിനയിച്ചതിനെ ബട്ട് സ്റ്റിൽ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നുണ്ട്. ആ ഒരു ഫീല് ഭയങ്കര. താങ്ക് യു സർ. അതെ അതെ അതെ, മൂന്ന് അമ്മമാരുടെ കഥയാണ് പാരലലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ. അതെ, ഞാൻ റിവ്യൂ കണ്ട സമയത്ത് ആസ് ഒരു ആക്ടർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയൻ ലെവലിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് വിഷമമായി. ഭയങ്കര അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളാണത്. ഈ തന്നതിൽ തോമസാൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. മൂവിനെ പറ്റി പറയാൻ ഭയങ്കര നല്ല, ഏറ്റവും നല്ല മൂവി. ഞാൻ ഈ ഒരു അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ല മൂവിയും പാട്ടും സ്ക്രിപ്റ്റും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ മനസ്സിൽ നെക്സ്റ്റ് എന്നുള്ള ആകാംക്ഷയും ഭയങ്കര നല്ല മൂവി. ഇല്ല, എൻ്റെ പാട്ട് പാടി എൻ്റെ കസിനും കൂടിയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് സോങ്. അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും നല്ലൊരു പടം തോമസ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. ബാക്കിയുള്ള ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ദിലീഷേനും ജാഫർക്കായിട്ടുള്ള ചെയ്തിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്താ പറയുക, കുറച്ച് ഓൾറെഡി മെനക്കെട്ടെങ്കിലും ഒരു വളരെ നല്ല വേഷമായി കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ബാക്കിയെല്ലാം കൂടിയുള്ള കാര്യങ്ങളാണ്. ഇനി ബാക്കിയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? എത്തിപ്പോയി, തകർത്ത് സൂപ്പർ എത്തിപ്പോയി, എല്ലാം കൊണ്ടും സൂപ്പർ പടം. കണ്ണ് നിറഞ്ഞു പോയി സത്യം. എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. ഓ സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ സാറ് ഞെട്ടിച്ചറിഞ്ഞു. നല്ല പടം, നന്നായി ചെയ്യണം. നല്ല പടം. അതിൻ്റെ ഒപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആവും നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമ്മളെ തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്താ പറയുക, മനുഷ്യനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു അമ്മയുണ്ട്, ജീവിതം ഓഡിയൻസ്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസ് വളരെ നല്ലതാണ്. ഇമോഷണലി എല്ലാവർക്കും വളരെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. പലരും പറയുന്നത് നമുക്ക് തിയേറ്റർ വിട്ട് പോയാലും അത് ഇവിടെ കിടക്കും എന്നുള്ളതാണ്. അത്രയും ഫീലുണ്ട്. ചില പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ല നമ്മൾ വിട്ടുപോകാറുണ്ട്. ഇതങ്ങനെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം. അതൊരു നല്ലൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. ബാക്കി ഇനിയുള്ള ദിവസങ്ങളിലെ ഷോകൾ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ടിരിക്കും. പ്രസാദാണ് എൻ്റെ റൈറ്റർ. പ്രസാദ്. ഞാൻ ഈ സിനിമ എന്താ പറയുക, ഒരു 1000 തവണയെങ്കിലും കണ്ടു കാണും. ഞാൻ 1000 എന്നുള്ളത് വെറുതെ ഒരു കണക്ക് പറയുന്നല്ല. അതൊരു 3 വർഷമായിരുന്നു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം ഒരു 3 എണ്ണം കണക്ക് കൂട്ടിയപ്പോൾ 360 മൾട്ടിപ്പിൾ ഫിഗർ പറഞ്ഞാണ്. നമ്മളത് മനസ്സിൽ കണ്ടു, പിന്നീട് ഷൂട്ടിംഗ് സമയത്ത് കണ്ടു, പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ കണ്ടു, ഓരോ സമയത്ത് കണ്ട് പക്ഷേ 1000ാമത്തെ തവണ കാണുമ്പോഴും നമ്മളെപ്പോലെ ആഴ്ചപ്പെടുന്നത് നമ്മളിത് കൺസീവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ്. നമുക്കത് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, അത് വർക്കായി എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ എന്താ പറയുക, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അവർ സിനിമ ഏറ്റെടുക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പറയാവുന്ന ഒരു സാഹചര്യത്തിലല്ല. ഞങ്ങൾക്ക് തന്നെ അധികം പറയാൻ പറ്റുന്നില്ല. ബാക്കി ഷോസൊക്കെ വരട്ടെ. എല്ലാവരും നല്ല രസമുണ്ട്, അടിപൊളി. നല്ല മൂവിയാണ്, അടിപൊളി.